നെറ്റിയിൽ കുറി തൊടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൈഷ്ണവ പ്രതീകമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ചന്ദനം. വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തടത്തിൽ ലംബമായാണ് ചന്ദനം തൊടുന്നത്. സുഷുമ്നാ നാഡിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത്. മോതിരവിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത്. ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദനലേപത്തിലൂടെ സാധിക്കുന്നു. നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നതുകൊണ്ട് എപ്പോഴും പ്രസന്നവദനായിരിക്കുവാൻ സാധിക്കും. ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഓരോന്നും ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളതാണ്. പുരികങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ചന്ദനത്തിൻ്റെ ഔഷധ ഗുണം ആ ഭാഗത്തെ തണുപ്പിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ദോഷങ്ങൾ മാറി ആന്തരികമായ ശക്തി പ്രദാനം ചെയ്യുക എന്നൊരു തത്വം കൂടി ഇതിലടങ്ങിയിരിക്കുന്നു. തിലകം തൊടാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല എന്നാണ് വിശ്വാസം. മോതിര വിരൽ ഉപയോഗിച്ചാണ് തിലകം ചാർത്തുന്നത്. ശരീരം ഒരു ക്ഷേത്രമാണ് എന്ന സങ്കല്പം ഹിന്ദുമത വിശ്വാസത്തിലുണ്ട്. ആ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്കുള്ള പൂജയാണ് ചന്ദനം തൊടലും പൂചൂടലും. നെറ്റിത്തടത്തിൽ ചന്ദനം തൊടുന്നത് അനേകായിരം നാഡീഞരമ്പുകളെ തണുപ്പിക്കുവാൻ സഹായിക്കുന്നു. അത് ചിന്തയെ ഏകാഗ്രമാക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും സഹായിക്കുന്നു. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, കുളി കഴിഞ്ഞാൽ കുറി തൊടണം എന്ന്. ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ചന്ദനം, ഭസ്മം, മഞ്ഞൾ, കുങ്കുമം എന്നിവയാണ് സാധാരണയായി കുറി തൊടാറുള്ളത്. ഭസ്മം ശിവപ്രീതികരവും ചന്ദനം വിഷ്ണുപ്രീതികരവും കുങ്കുമം ശക്തിപ്രീതികരവുമാണ്. ഭസ്മം രാവിലെ ഉണർന്ന ഉടനെ കുളിച്ച് ശുദ്ധമായോ കൈകാൽ മുഖം കഴുകി വന്നോ പൂമുഖത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഭസ്മക്കുട്ടയിൽ നിന്നും ഒരു പിടി ഭസ്മം എടുത്തു തൊടുന്നത് പഴമക്കാരുടെ ഒരു പതിവായിരുന്നു. രാവിലെ നനച്ചും സന്ധ്യാനേരങ്ങളിൽ നനയ്ക്കാതെയും വേണം ഭസ്മം തൊടാൻ. നനഞ്ഞ ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാനും നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനും ഉള്ള കഴിവുണ്ട്. ചുരുക്കത്തിൽ പവിത്രമായ ഭസ്മത്തിന് ഔഷധ ഗുണമുണ്ട്. സ്ത്രീകൾ ഭസ്മം നനച്ചു തൊടാൻ പാടില്ല. കുങ്കുമം മഞ്ഞളും നാരങ്ങാനീരും പ്രത്യേക അനുപാതത്തിലെടുത്ത് ഉണ്ടാക്കുന്ന വസ്തുവാണ് കുങ്കുമം. ഇത് തിലകം ചാർത്താൻ ഉപയോഗിക്കുന്നു. ചുവന്ന വർണ്ണത്തിന് പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുവാൻ സാധിക്കുന്നു. കുങ്കുമം തൊടുന്നത് ആരോഗ്യത്തിനും പോസിറ്റീവ് എനർജിക്കും നല്ലതാണ്. കുങ്കുമത്തിന് തലവേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. ഇങ്ങനെ ഹിന്ദുമതത്തിലെ ആചാരങ്ങൾക്ക് ഓരോന്നിനും ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടിയുണ്ട്.